കേരളത്തിൽ വീണ്ടും IS റിക്രൂട്ട്മെന്റിന് ശ്രമം. അത് IS റിക്രൂട്ട്മെന്റിന് 16-കാരനെ പ്രേരിപ്പിച്ച അമ്മയും രണ്ടാം അച്ഛനും പിടിയിലായിട്ടുണ്ട്. ഇവർക്കെതിരെ UAPA ചുമത്തിയിരിക്കുകയാണ്. പിടിയിലായിട്ടുണ്ടോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇവർക്കെതിരെ UAPA ചുമത്തി കഴിഞ്ഞു എന്നതാണ് വാർത്ത. ഇത് തിരുവനന്തപുരം വെഞ്ഞാറുമൂട്ടിലാണ് ഈ സംഭവം. വെമ്പായം സ്വദേശിയായ യുവാവ് പത്തനംതിട്ട സ്വദേശിനിയെ വിവാഹം കഴിച്ച് മതപരിവർത്തനം നടത്തുകയായിരുന്നു. ആ യുവതിയുടെ മകനെ 16 വയസ്സുകാരനെ ISൽ ചേരാൻ പ്രേരിപ്പിച്ചു എന്നതാണ് കേസ്. നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ആരായാം. തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത്ത് മോഹനൻ നമ്മളോടൊപ്പം ചേരും. പ്രജിത്ത്, ഞെട്ടിക്കുന്ന വാർത്തയാണ്, എന്താണ് വിശദാംശങ്ങൾ? തിരുവനന്തപുരം വെമ്പായം സ്വദേശികൾക്കെതിരെയാണ് ഇപ്പോൾ ഈ UAPA ചുമത്തിയുള്ള നടപടിയിലേക്ക് പോലീസ് പോയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച ഒരു പ്രാഥമിക വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പ്രത്യേകിച്ച് രണ്ടാനമ്മയും ആ രീതിയിൽ മതപരിവർത്തനത്തിനുള്ള ശ്രമം നടത്തിയിരുന്നു. ഈ പറയുന്ന രീതിയിലുള്ള ഒരു ISൽ ചേരാൻ നിർബന്ധിക്കുന്നതിനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു എന്നുള്ളതാണ് ആദ്യഘട്ടം മുതൽ തന്നെ പുറത്തു വന്ന വിവരം എന്നുള്ളത്. നമുക്ക് മനസ്സിലാകുന്ന ഘട്ടമനുസരിച്ച് ഇതിൽ കേന്ദ്ര ഇന്റലിജൻസ് അടക്കം ഈ വിഷയത്തിൽ പരിശോധന നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഈ UAPA അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത്. ഒന്ന്, അമ്മയ്ക്കും രണ്ടാനച്ഛനുമെതിരെയാണ് ഇപ്പോൾ UAPA കേസ് ചുമത്തിയിരിക്കുന്നത്. ഇവർ തിരുവനന്തപുരം വെമ്പായം സ്വദേശികളാണ്. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇപ്പോൾ ഈ കേസ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ആ വെമ്പായം സ്വദേശികളായിട്ടുള്ള ഈ ഒന്ന്, വെമ്പായം സ്വദേശിയായ യുവാവ് പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള ഈ യുവതിയെ വിവാഹം കഴിച്ച് മതപരിവർത്തനം നടത്തുകയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ യുവതിയുടെ ആദ്യ വിവാഹത്തിലെ മകനെ ISൽ ചേരാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ UK-യിൽ, അതായത് ഈ കുട്ടിയുടെ അമ്മയും രണ്ടാനച്ഛനും അവർ UK-യിൽ താമസിച്ച് വരികയായിരുന്നു. അപ്പോൾ കുട്ടി UK-യിൽ എത്തിയപ്പോഴാണ് ഇത്തരമൊരു ശ്രമം ഉണ്ടായത്. UK-യിൽ എത്തിയ സമയത്ത് അവിടെ വെച്ച് ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ISലടക്കം ചേരാൻ ആഹ്വാനം ചെയ്യുന്ന ദൃശ്യങ്ങളും വീഡിയോകളും ഒക്കെ കാട്ടി ഈ കുട്ടിയുടെ ഒരു മനസ്സ് മാറ്റിയെടുക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്ത് നിന്നുണ്ടായി. പിന്നീട് തിരിച്ച് കേരളത്തിലെത്തിയപ്പോൾ, ദമ്പതികൾ നാട്ടിലെത്തിയപ്പോൾ ആറ്റിങ്ങിലുള്ള ഒരു മതപഠനശാലയിൽ ഈ കുട്ടിയെ ആക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ വെച്ച് ഈ മതപഠനശാലയിലെ ആളുകൾ തന്നെ ഈ കുട്ടിയുടെ സ്വഭാവത്തിൽ ചില മാറ്റം കണ്ടിട്ട് കുട്ടിയുടെ അമ്മയുടെ വീട്ടിൽ വിവരം അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ അമ്മയുടെ ബന്ധുക്കളെത്തി ഈ വിഷയം പോലീസിൽ അറിയിക്കുന്നു. അങ്ങനെ അതിന് ഈ കുട്ടിയെ ISൽ ചേരാൻ ഈ രണ്ടാനച്ഛനും അമ്മയും ഒക്കെ പ്രേരിപ്പിച്ചതായി വ്യക്തമാകുന്നതും ഈ വിഷയത്തിൽ UAPA അടക്കമുള്ള നടപടികൾ ചുമത്തി കേസെടുക്കുന്നതിലേക്ക് പോലീസ് പോകുന്നതും. അനു, ശരി പ്രജിത്ത്.